നമസ്തേ പ്രിയമിത്രങ്ങളെ. പലരും പലപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. എന്നെ ആരാ ഒന്ന് മനസ്സിലാക്കുക? എൻ്റെ ഈ വ്യഥകളെല്ലാം എവിടെയാണൊന്ന് ഇറക്കി വെക്കുക? ആരെയാ ഒന്ന് ഹൃദയപൂർവ്വം വിശ്വസിക്കാൻ കഴിയുക? സർവേശ്വരൻ എവിടെയാണ്? സർവേശ്വരി എവിടെയാണ്? ക്ഷേത്രമായി ക്ഷേത്രം മുഴുവൻ അന്വേഷിച്ചു. പിന്നെയോ നാമജപങ്ങൾ, അനേകം നാമങ്ങൾ ജപിച്ചു. വിഷ്ണു സഹസ്രനാമം, ലളിതാ സഹസ്രനാമം, ശിവസഹസ്രനാമം, സുബ്രഹ്മണ്യ സഹസ്രനാമം, ഇങ്ങനെ അനവധിയായ സഹസ്രനാമങ്ങൾ ജപിച്ചു. എന്നിട്ടും ഭഗവാൻ അയലത്ത് പോലും വരുന്നില്ലെന്നേ. എൻ്റെ വ്യഥകളൊന്നും കേൾക്കുന്നില്ല, എൻ്റെ മനസ്സ് മനസ്സിലാക്കുന്നേ ഇല്ല. എന്തേ 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 എന്ന് വിങ്ങുന്ന മനസ്സുമായി ഈ ചോദ്യം ചോദിക്കുന്നത് ആയിരക്കണക്കിന് മനുഷ്യരാണ്. എന്താണ് ഇങ്ങനെ സംഭവിക്കുവാനുള്ള കാരണം? ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? എവിടെയാണ് ഈശ്വരൻ? എവിടെയാണ് അദ്ദേഹം വസിക്കുന്നത്? എവിടെയാണ് ഇരിക്കുന്നത് എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. ഒരിക്കൽ ഋഷിവര്യന്മാർക്ക് പോലും സംശയമുണ്ടായി, ആരാണ് കേമൻ, ആരാണ് കേമൻ എന്ന്. ചിലർ പറഞ്ഞു കടലാണ്, ചിലർ ഭൂമിയാണ്, ചിലർ പറഞ്ഞു ആകാശമാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ മറ്റു ചിലർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഈ കടലിനെ മുഴുവൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന കമണ്ടലിലേക്ക് എത്തിക്കുകയും പിന്നീട് അതിനെ മുഴുവൻ കുടിച്ച് തൻ്റെ ഉദരത്തിൽ നിറയ്ക്കുകയും ചെയ്ത അഗസ്ത്യരല്ലേ ഏറ്റവും വലിയവനെന്ന് ചോദിക്കുന്നു. അപ്പോഴും തീർന്നില്ല അതിൻ്റെ ഉത്തരം. അങ്ങനെയാണെങ്കിൽ ഈ അഗസ്ത്യരെ സൃഷ്ടിച്ചതാരാണ്? ആ അഗസ്ത്യർ പോലും ആദരിക്കുന്ന ആരാണ്? ഭഗവാനല്ലേ എന്ന ചോദ്യം. അപ്പോൾ വീണ്ടും ചോദ്യം, ഭഗവാൻ എവിടെയായി ഇരിക്കുന്നത് എന്ന ചോദ്യം. ഭഗവാൻ എവിടെയായിരിക്കുന്നത്? ഭക്തന്റെ മനസ്സിലല്ലേ ഭഗവാൻ ഇരിക്കുന്നത്. അപ്പോൾ ആരാണ് കേമൻ? പറയൂ. ഓരോ ഭക്തനും എത്ര ഉദാത്തമായ സ്ഥാനമാണ് നമ്മുടെ കൃതികൾ തന്നിട്ടുള്ളതെന്ന് മനസ്സിലാക്കൂ. അതുകൊണ്ട് ഭഗവാനെ അന്വേഷിച്ച് പുറം ലോകത്ത് എങ്ങുമല്ല പോകേണ്ടത്. ഭഗവാനെ കണ്ടെത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവനവന്റെ ഉള്ളിലേക്ക് തന്നെ മടങ്ങണം. ഇത് പറഞ്ഞത് ഈ അമൃതം ഗോപാലകൃഷ്ണൻ എന്ന അല്പജ്ഞനല്ല. ഒരിക്കൽ ഈശ്വരനെ കാണാൻ കഴിയുമോ എന്ന ചോദ്യം ചോദിച്ചുകൊണ്ട് പണ്ട് ഈ വിശ്വപ്രകൃതി മുഴുവൻ തൻ്റെ ഖ്യാതിയാൽ ജ്വലിപ്പിച്ച ഒരു നരേന്ദ്രൻ ബംഗാളിലെ വന്ധ്യവയോധികനായ ഒരു ഗുരുനാഥന്റെ അരികിലേക്ക് ഈ ചോദ്യവുമായി എത്തി. അങ്ങ് ജനങ്ങളെ പറ്റിക്കുകയല്ലേ? ഈ കാളിമാതാവിനെ കാണുന്നു, അമ്മയോടൊപ്പം നടനമാടുന്നു എന്ന് പറഞ്ഞ് അങ്ങ് ജനങ്ങളെ പറ്റിക്കുകയല്ലേ എന്ന് ചോദിക്കുമ്പോൾ എന്താ ഉത്തരം പറഞ്ഞത്? ശ്രീരാമകൃഷ്ണ പരമഹംസൻ ആ മഹാപ്രഭു എന്ത് പറഞ്ഞു? ഹേ വത്സ പുത്ര, എനിക്ക് കാണാൻ കഴിയുന്നു അമ്മയെ, അതോടൊപ്പം എനിക്ക് മറ്റൊരു ഉറപ്പ് കൂടിയുണ്ട്. എനിക്കെന്ത് ഈ അമ്മയെ കാണാൻ കഴിയുന്നുവെങ്കിൽ നിനക്കും അമ്മയെ കാണാൻ കഴിയും. കാരണം നിന്നിലുള്ളതിനേക്കാൾ കൂടുതലായി ഒന്നും എന്നിലില്ല എന്ന് മാത്രമല്ല, എന്നേക്കാൾ കൂടുതൽ അമ്മയെ കാണുവാനും ദർശിക്കുവാനും യോഗ്യം നീയാണ്. നിന്നിൽ അതിനുള്ള സവിശേഷതകൾ അനവധി ഉണ്ട് എന്ന് എനിക്ക് ബോധ്യം വന്നിരിക്കുന്നു. അതുകൊണ്ട് പരിശ്രമിക്കൂ, നിനക്ക് കാണാം എന്ന് പറയുമ്പോൾ അല്പം സംശയത്തോടു കൂടിയാണെങ്കിലും ഈ പറയുന്നത് നേരിട്ട് അനുഭവിച്ച് പരീക്ഷിച്ച് മനസ്സിലാക്കണമെന്ന ആ ദൃഢനിശ്ചയം നരേന്ദ്രനെ ലോകം മുഴുവൻ ആദരിക്കുന്ന വിവേകാനന്ദനാക്കി മാറ്റി. അങ്ങനെയാണെങ്കിൽ വിവേകാനന്ദ സ്വാമിയുടെ അയലത്ത് പോലും എത്താനുള്ള യോഗ്യത നമുക്കില്ല എങ്കിലും ഉള്ളിൻ്റെ ഉള്ളിലിരുന്ന് പുഞ്ചിരിക്കുന്ന അന്തര്യാമിയായ സർവ സഹസ്രനാമങ്ങളും പറയുന്നു. വിഷ്ണു സഹസ്രനാമമാകട്ടെ, ശിവ സഹസ്രനാമമാകട്ടെ, ലളിതാ സഹസ്രനാമമാകട്ടെ, ഇവയെല്ലാം പറയുന്നു ദേവി അന്തര്യാമിയാണ്, ഭഗവാൻ അന്തര്യാമിയാണ് എന്ന്. മനുഷ്യ ശരീരത്തിലെ നരമ്പുകളെല്ലാം കൂടി ജോയിന്റ് ചെയ്താൽ 3 കിലോമീറ്റർ നീളം കാണുമെന്ന് പറയുന്നു. ഈ 3 കിലോമീറ്റർ നീളമുള്ള നാഡീനരമ്പുകളിൽ രക്തത്തെ കൃത്യമായി എത്തിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന എനർജി എവിടെ നിന്നാണ് വന്നത്? അതല്ലേ എന്നിലെ ദേഹി. ആ ദേഹി എൻ്റെ അമ്മ തന്നതല്ല, അച്ഛൻ തന്നതല്ല, സർവേശ്വരൻ്റെ വരപ്രസാദമാണ്. അതുകൊണ്ട് തന്നെ ആ ചൈതന്യം എൻ്റെ ഉള്ളിലുണ്ട്. ആ ചൈതന്യത്തെ അറിയുവാനാണ് ഞാൻ പരിശ്രമിക്കേണ്ടത്. ആ ചൈതന്യത്തോട് സംവദിക്കുവാൻ കഴിഞ്ഞാൽ, ആ ചൈതന്യത്തോട് ആശയവിനിമയം നടത്തുവാൻ കഴിഞ്ഞാൽ എൻ്റെ കഴിവിനെ തന്നെ അത്ഭുതകരമായ രീതിയിൽ എനിക്ക് ഉയർത്താം. അതാണ് ഋഷിവര്യന്മാരുടെ തലം. അപ്പോൾ ഈശ്വരനെ അറിയുവാനുള്ള pre-KG തലമാണ് നാമജപവും, LKG തലമാണ് ക്ഷേത്രദർശനം.
നാമജപവും ക്ഷേത്രദർശനവും നടത്തിയത് കൊണ്ട് മാത്രം ഈശ്വരനെ അറിയുകയില്ല, ഈശ്വരനെ കാണാൻ കഴിയുകയില്ല. കാശി, ബദ്രിനാഥ്, കേദാർനാഥ് എവിടെ നിങ്ങൾ പൊക്കോളൂ, മനസ്സ് തുറക്കാൻ കഴിയുന്നില്ല എങ്കിൽ ഒരിടത്തും നിങ്ങൾക്ക് ഭഗവാനെ കാണാൻ കഴിയുകയില്ല. എന്നാൽ ഒരല്പസമയം നിങ്ങൾ പരിശ്രമിച്ചാൽ നിങ്ങൾ ഇരിക്കുന്നിടത്തിരുന്നു കൊണ്ട് സർവേശ്വരനെയും സർവേശ്വരിയെയും കാണാൻ കഴിയും, ഉറപ്പാണ്. അതിനുള്ള പ്രാഥമിക തലമാണ് നാമജപം. അയ്യോ, നാമം ജപിക്കാൻ എങ്ങനെയിരിക്കും? നാമം ജപിക്കാൻ തുടങ്ങുമ്പോൾ അനാവശ്യമായ ചിന്തകൾ മുഴുവൻ മനസ്സിലേക്ക് വരുന്നല്ലോ. മുതിർന്നവർ പറയും കണ്ണടച്ച് ഒന്ന് ധ്യാനിക്കുമെന്ന്. കണ്ണടയ്ക്കാനേ പറ്റുന്നില്ല, ഉടനെ എത്തും അനാവശ്യമായ ചിന്തകൾ. ഒരിക്കലും സാഹചര്യത്തിന് സന്ദർഭത്തിന് യോജിക്കാത്ത ചിന്തകൾ മാലവെള്ളപ്പാച്ചിൽ കണക്കെ എത്തും. എന്തുകൊണ്ട് ഈ മലവെള്ളപ്പാച്ചിൽ കണക്കെ അനാവശ്യമായ ചിന്ത വരുമ്പോൾ നിങ്ങൾ ധ്യാനിക്കാനും നിങ്ങൾക്ക് കഴിയില്ല എന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ നിങ്ങളെ പിന്നെ ഉയർത്തുവാനും ഉണർത്തുവാനും ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയുകയില്ല. കാരണം എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്ന് ഞാൻ തന്നെ സ്വയം തീരുമാനിച്ചാൽ പിന്നെ ആർക്കും നമ്മളെ ഉയർത്താൻ കഴിയുകയില്ലേ? അപ്പോൾ എന്ത് വേണം? എനിക്ക് കഴിയും. എങ്ങനെ? നോക്കൂ, എനിക്ക് ശുദ്ധജലം ആവശ്യമുണ്ട്. ഞാൻ കിണർ കുഴിക്കുവാൻ തുടങ്ങുന്നു. ഒരു സ്ഥലം കണ്ടെത്തി അവിടെ കിണർ കുറെ കുഴിച്ചിട്ടും ജലമില്ല. കുറെ കുടിച്ചിട്ടും ജലം കിട്ടാതെ ഞാനിങ്ങനെ വിഷണ്ണനായിരിക്കുമ്പോൾ എൻ്റെ അയൽവാസി വന്നിട്ട് പറയുന്നു, മടയാ, ഇവിടെയല്ല കുഴിക്കേണ്ടത്, അപ്പുറത്തോട്ട് മാറി കുഴിക്കൂ, അവിടെ കുഴിച്ചാൽ ഉടനെ ജലം കിട്ടുമെന്ന് പറഞ്ഞു. ഉടനെ ഞാൻ അവിടെ പോയി കുഴിക്കുന്നു. അവിടെ കുറെ കുഴി കുടിച്ചിട്ടും ജലം കിട്ടാതെ വരുമ്പോൾ മറ്റൊരു വ്യക്തി വന്നിട്ട് പറഞ്ഞു, ഇവിടെയല്ല കുഴിക്കേണ്ടത് എൻ്റെ ഉണ്ണിയെ, അങ്ങോട്ട് മാറി കുഴിക്കൂ, അവിടെയാണ് ജലം എന്ന്. ഉടനെ അങ്ങോട്ട് മാറുന്നു, രണ്ടാമത്തെ കുഴി ഉപേക്ഷിച്ച്. മൂന്നാമത്തെ കുഴിയും കുറെ തുറന്നു കഴിയുമ്പോൾ, അല്ല ആഴത്തിലേക്ക് മണ്ണെടുത്ത് കഴിയുമ്പോൾ മറ്റൊരാൾ വന്നിട്ട് പറഞ്ഞു, മഠയാ, വിഡ്ഢി, ഇവിടെയല്ല, ഇത് തെറ്റാ, നിന്നെ പറ്റിക്കാൻ പറഞ്ഞതാ, ഇവിടെയല്ല കുഴിക്കണം, അങ്ങോട്ട് മാറൂ. ഇങ്ങനെ പറമ്പ് മുഴുവൻ ഞാൻ കുഴിക്കുന്നു, ജലം കിട്ടുന്നേയില്ല. എന്നാൽ ഉള്ളിലുള്ള അന്തര്യാമിയായി വർത്തിക്കുന്ന ആ ബോധസ്വരൂപനെ വിശ്വസിച്ചുകൊണ്ട് ആദ്യം കുഴിച്ച കുഴി അല്പം കൂടി ആഴത്തിലൊന്ന് കുഴിച്ചിരുന്നു എങ്കിൽ ഈ പറമ്പ് മുഴുവൻ കുഴിക്കുവാനെടുത്ത സമയത്തിന്റെ 10% സമയം കൊണ്ട് എനിക്ക് പരിശുദ്ധമായ ജലം കിട്ടുമായിരുന്നോ ഇല്ലയോ? പറയൂ. ഇനി നിങ്ങളൊരു കുളം കുഴിച്ചാൽ, ഒരു കിണർ കുഴിച്ചാൽ അതിൽ നിന്ന് കിട്ടുന്നത് ശുദ്ധജലമാണോ കലക്കൽ ജലമാണോ ആദ്യം ലഭിക്കുന്നത്? പറയൂ. ഏത് കിണറായിക്കോട്ടെ കുളമായിക്കോട്ടെ കുഴിച്ചാൽ ആദ്യം ലഭിക്കുക മാലിന്യ ജലം തന്നെയായിരിക്കും, കലക്കവെള്ളം തന്നെയായിരിക്കും. കലക്കവെള്ളം കണ്ട് ഏതെങ്കിലും ഒരുത്തൻ ആ കുളമോ കിണറോ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും അവന് ശുദ്ധജലം കിട്ടുകയില്ല. പിന്നെ എന്ത് ചെയ്യണം? എല്ലാ കിണറുകളും ഇങ്ങനെ തന്നെയായിരുന്നു. കുഴിച്ച തുടക്കത്തിൽ കലക്കജലം തന്നെയാണ് വന്നിരുന്നത്. എങ്ങനെയാണ് അതിനെ മാറ്റിയത്? ഈ കലങ്ങിയ ജലത്തെ കുറേശ്ശെയായി കോരി പുറത്തേക്ക് തള്ളണം. കിണറ്റിൽ നിന്നോ കുളത്തിൽ നിന്നോ പുറത്തേക്ക് കോരിക്കളയുന്നതോടുകൂടി ക്രമാനുഗതമായി കലക്കലിന്റെ തീവ്രതയ്ക്ക് കുറവ് വരികയും പരിശുദ്ധിയുടെ സാന്നിധ്യം പ്രകടമാവുകയും ചെയ്യും. കുറെ കൂടി കഴിയുന്നതോടുകൂടി മാലിന്യം പരിപൂർണമായി മാറി പരിശുദ്ധിയുടെ മൂർത്തിമത് ഭാവത്തിലേക്കുള്ള ശുദ്ധമായ തെളിനീരെത്തും. എത്ര ആഹ്ലാദമായിരിക്കും ആ സമയത്ത്, എന്തൊരു സന്തോഷമായിരിക്കും. ഇതുതന്നെയാണ് നാമജപത്തിലൂടെയും ധ്യാനത്തിലൂടെയും നമ്മൾ കരഗതമാക്കേണ്ടത്. മറ്റൊരു മാർഗവുമില്ല. അപ്പോൾ എന്ത് ചെയ്യണം? നാമം ജപിക്കുമ്പോൾ അനാവശ്യ ചിന്തകൾ വരും. ഒരുപക്ഷെ പ്രാണികളായിട്ട് വരും, കൊതുകായോ പാറ്റയായോ കുട്ടികളായിട്ടോ അല്ലെങ്കിൽ മഴയായിട്ടോ വെയിലായിട്ടോ ഇതര തടസ്സങ്ങളായിട്ടോ വരും. അതിനെയെല്ലാം പടിപടിയായി മറികടക്കണം. ഇതെല്ലാം പരീക്ഷണമാണ്. എൻ്റെ മനസ്സിനെ നിയന്ത്രിക്കാതെ താളം തെറ്റിക്കുവാനുള്ള പരീക്ഷണമാണ്. എന്നെ ഏറ്റവും കൂടുതൽ പിന്തുണയ്ക്കുന്നത് ആരാണ്? പറയൂ. 5 പേരാണ്. ഈ 5 പേരുടെ പിന്തുണയില്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല. അപ്പോൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ 5 പേരെ ഞാൻ യഥാരീതി നിയന്ത്രിച്ചില്ലെങ്കിൽ കയറൂരിവിട്ട പശുവിനെയും അശ്വത്ഥയും പോലെ ഇവ പരക്കം പായും. ഇവയെ പിടിക്കാൻ വേണ്ടി ഞാൻ പുറകിന് പോകും. ഇവ പോകുന്ന കൂട്ടത്തിൽ നശിപ്പിക്കുന്നതിന്റെ മുഴുവൻ പഴി ഞാൻ കേൾക്കേണ്ടി വരും. എന്ന് മാത്രമല്ല, എൻ്റെ ശരീരവും മുഴുവൻ മാലിന്യത്താൽ നിറയപ്പെടും. മറ്റുള്ളവരുടെ പരുഷ വാക്കുകൾ ശ്രമിക്കേണ്ടി വരും. ഇത് തന്നെയാണ് നമ്മുടെ ഇന്ദ്രിയവും. ഒരുപക്ഷെ പശുവിനെയോ കുതിരയേക്കാളോ അനേകായിരം കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്നു നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ, അതിനെ പിന്തുടർന്ന മനസ്സും. അതുകൊണ്ട്
സ്വയം നിയന്ത്രിക്കണം. നമ്മൾ നിയന്ത്രിച്ചാൽ ഈ പഞ്ചേന്ദ്രിയങ്ങളും ഇന്ന് വരെ നമ്മൾ ദർശിക്കാത്ത തലത്തിലേക്ക് നമ്മെ കൈപിടിച്ചുയർത്തും. നമ്മൾ അല്പം അശ്രദ്ധരായിരുന്നാൽ സർവനാശത്തിലേക്കും ഇവർ നമ്മെ എത്തിക്കും. അതുകൊണ്ട് പഞ്ചേന്ദ്രിയങ്ങളുടെ മുകളിൽ ജയം നേടുവാനുള്ള പ്രാഥമികമായ തലമാണ് നാമജപം. നാമം ഒരു പ്രത്യേക ബിന്ദുവിലേക്ക് നമ്മുടെ ശ്രദ്ധയെത്തിക്കുന്നു. അതാണല്ലോ വിഗ്രഹത്തിൻ്റെയും തലം. വിഗ്രഹം വിശേഷാൽ ഗ്രാഹ്യതയിൽ സാധാരണയിൽ നിന്ന് വിശേഷപ്പെട്ടത് ഏതൊന്നോ അത് വിഗ്രഹം. മനസ്സിന്റെ ഏകാഗ്രതയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് വിഗ്രഹം. അവിടെയും നിൽക്കരുത്. പരിപൂർണമായ റിലാക്സ് അനുഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, ഈശ്വര സാക്ഷാത്കാരം നേടണമെന്ന് ആഗ്രഹിക്കുന്നവർ വിഗ്രഹത്തിലോ ക്ഷേത്ര ആരാധനയിലോ മാത്രം നിൽക്കരുത്. അവിടെ നിന്നും ഉയരണം. അത് എവിടെ വെച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് കഴിയും. സ്വന്തം പൂജാമുറിയിലോ അല്ലെങ്കിൽ സ്വസ്ഥമായ ഒരിടത്ത് ഇരുന്നു കൊണ്ട് നാമം ജപിക്കൂ. കുറെ കഴിയുമ്പോൾ നാമജപത്തിൽ നിന്ന് തന്നെ പടിപടിയായി ഉയർന്ന ധ്യാനാവസ്ഥയിലേക്ക് കടക്കണം. പുറത്തേക്കുള്ള എൻ്റെ കണ്ണുകൾ അടയുമ്പോൾ അകത്തേക്കുള്ള കണ്ണുകൾ താനേ തുറക്കും. അകത്തേക്കുള്ള കണ്ണുകൾ തുറന്നാൽ ഭഗവാനെ കാണുവാൻ കഴിയും. കണ്ണന്റെ ഭക്തരാണെങ്കിൽ ഹൈ അത്ര മനോഹരമായ വശ്യമനോഹര പുഞ്ചരികം പൊഴിച്ചുകൊണ്ട് പീലിക്കാർ മുകിൽ ചൂടിയ ആ കണ്ണനുണ്ണിയുടെ മനോഹരമായ മഞ്ജുളമായ രൂപം നിങ്ങൾക്ക് ദർശിക്കുവാൻ കഴിയും. ലളിതാംബികയുടെ ഭക്തരാണെങ്കിൽ ചിന്താമണി ഗൃഹം നിങ്ങളുടെ മനസ്സിൽ തന്നെയാണ്. സിംഹാസനസ്ഥയായ, അതോ എങ്ങനെയുള്ള സിംഹാസനം? അതിഗംഭീരമായ സമസ്ത ലോകത്തിൻ്റെയും സൗന്ദര്യത്തെ മുഴുവൻ സമന്വയിപ്പിച്ച ആ സർവാഭരണ വിഭൂഷിതയായ തമ്പുരാട്ടിയെ നിങ്ങൾക്ക് നിങ്ങളുടെ മനോകമലത്തിൽ കാണുവാൻ കഴിയും. എന്തൊരു ആനന്ദമായിരിക്കും! അതോടുകൂടി നമ്മുടെ സങ്കടം മാറും. എന്നെ കാണുവാനും അറിയുവാനും, എന്തിന്, എൻ്റെ സങ്കടം തന്നെ കേൾക്കുവാൻ, അപ്പോൾ ആവശ്യമുള്ള ഉത്തമമായ സദ്ബുദ്ധിയെ ഉപദേശിക്കുവാൻ എൻ്റെ അമ്മ, എൻ്റെ കണ്ണൻ എൻ്റെ മനസ്സിലുള്ളപ്പോൾ എത്രയേറെ സമയം പാഴാക്കി കളഞ്ഞു ഭഗവാനെ എന്ന ബോധം വരും. അതുകൊണ്ട് കലികാലത്തിൽ ശാന്തിയും സമാധാനവും ലഭിക്കുക വളരെ ദുഷ്കരമാണ്. എത്ര സമയം നിങ്ങൾ ആത്മാർത്ഥമായി ധ്യാനിക്കാനിരിക്കുന്നു, അത്രയും സമയം നിങ്ങളുടെ മനസ്സ് ശാന്തമയമായി വർത്തിക്കും. സർവവിധമായ വ്യഥകളിൽ നിന്നും മുക്തി നേടും. അതുകൊണ്ട് തുടർന്നു വരുന്ന ഭാഗങ്ങളിൽ ലളിതാംബിക ഭക്തരെപ്രകാരമാണ് ധ്യാനിക്കേണ്ടത്, കൃഷ്ണ ഭക്തരെപ്രകാരമാണ് ധ്യാനിക്കേണ്ടത് എന്ന് ലളിതമായി ഒന്ന് അറിയുവാൻ ശ്രമിക്കാം. വീണ്ടും അടുത്ത വിഷയമായി കണ്ടുമുട്ടുന്നതുവരെ അമൃതം ഗോപാലകൃഷ്ണൻ എന്ന എളിയവന്റെ ശതകോടി പ്രണാമം. ഹരിയും.